വയനാട്ടിലെ ഉരുൾപൊട്ടൽ പ്രദേശങ്ങളിൽ ഇന്നും തെരച്ചിൽ നടക്കും. ശരീരഭാഗങ്ങൾ, ദുരിതബാധിതരുടെ നഷ്ടപ്പെട്ട രേഖകൾ എന്നിവ കണ്ടെത്താനാണ് ശ്രമം. ബാങ്കുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാൻ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് അദാലത്ത് നടത്തും. വിവരങ്ങൾ KV രാഹുൽ അവിടെ നിന്ന് നൽകും. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് അദാലത്ത് നടക്കുകയാണല്ലോ. ഈ നഷ്ടപ്പെട്ട രേഖകളൊക്കെ ഈ ഒരു ദിവസം കൊണ്ടാണോ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുക, അതോ ഈ അദാലത്ത് വരുന്ന ദിവസങ്ങളിൽ തുടരുമോ? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, രാഹുൽ? ഗുഡ് മോർണിംഗ്. രേഖകളെല്ലാം തന്നെ നഷ്ടപ്പെട്ട ജനങ്ങളാണ്. അപ്പോൾ അവർക്ക് ഈ ബാങ്ക് രേഖകൾ നൽകുന്നതിന് വേണ്ടി, നഷ്ടമായ ബാങ്ക് രേഖകൾ നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ന് പ്രത്യേക അദാലത്ത് നടത്തുന്നത്. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ദുരന്തബാധിതരെല്ലാവരും തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുന്നത്. കാരണം അവർക്ക് സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അത് ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ്. അപ്പോൾ അക്കൗണ്ട് ഇല്ലാത്തത്, അങ്ങനെ വിവരങ്ങളില്ലാത്തത് ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിന് തടസ്സമാകരുത് എന്നതാണ്. ദുരന്തബാധിതരെല്ലാവരെയും ഭരണകൂടം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ വാർത്ത കാണുന്നവർ അദാലത്തുമായി ബന്ധപ്പെട്ട കാര്യം ഒരു റിമൈൻഡറായി കണ്ട് ഈ അദാലത്തിൽ പങ്കെടുക്കണം എന്നത് തന്നെയാണ്. കാരണം അവർക്ക് ഈ ആനുകൂല്യങ്ങൾ എത്തിക്കേണ്ടത് ബാങ്ക് വഴിയാണ് എന്നതുകൊണ്ട് തന്നെ തിരച്ചിൽ എന്തായാലും ദുരന്ത മേഖലയിൽ തുടരുന്നുണ്ട്. ബുധനാഴ്ച നടന്ന മന്ത്രിതല ഉപസമിതി യോഗത്തിന് ശേഷം റവന്യൂ മന്ത്രി പറഞ്ഞത് 2 ദിവസം കൂടി ഈ വിധത്തിൽ ദുരന്ത മേഖലയിൽ, അതായത് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ചൂരൽമലയിലും തിരച്ചിലുണ്ടാകും. 2 ദിവസത്തിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ആവശ്യാനുസരണം എങ്ങനെ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ്. അതായത് അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ തിരച്ചിൽ കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമെന്നതാണ്. ഈ വിധത്തിൽ തന്നെ തുടരേണ്ടതുണ്ടോ? NDRFനെയും ഫയർഫോഴ്സിനെയും സിവിൽ ഡിഫൻസിനെയും ഒക്കെ പങ്കെടുപ്പിച്ച് തന്നെ തിരച്ചിൽ തുടരേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നാട്ടുകാരുടെ കൂടി സഹായം തേടണം എന്നൊക്കെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മേഖലയിൽ നടത്തിയ തിരച്ചിലും മൃതദേഹമോ ഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ 4 ലക്ഷം രൂപ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ്. വെള്ളാർമല സ്കൂളിന് സമീപം ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് 4 ലക്ഷം രൂപ കണ്ടെത്താൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ മേഖലയിൽ ഭൗമശാസ്ത്ര വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധന പൂർത്തിയായി എന്നതാണ്. അവരുടെ പ്രാഥമികമായ കണ്ടെത്തലുകൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം പുഞ്ചിരിമട്ടം വാസയോഗ്യമല്ല എന്നാണ് അവർ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം മുതൽ താഴെ ചൂരൽമല വരെയാണ് പഠനത്തിന് വിധേയമാക്കിയത്. ഈ ഉരുള് ബാധിക്കാത്ത കുറച്ച് വീടുകൾ, ഭാഗികമായി ബാധിച്ച വീടുകളുണ്ട്, ബാധിക്കുകയും ചെയ്യാത്ത വീടുകളുണ്ട് പുഞ്ചിരിമട്ടത്ത്. പക്ഷേ ആ മേഖല ഇനി വാസയോഗ്യമല്ല എന്ന് തന്നെയാണ് ഈ വിദഗ്ധ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. 10 ദിവസത്തിനകമാണ് സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകുക. പക്ഷേ പ്രാഥമികമായി ഉള്ള വിലയിരുത്തലിൽ തന്നെ പുഞ്ചിരിമട്ടം വാസയോഗ്യമല്ല എന്ന് അവർ വിലയിരുത്തുകയാണ്. ചൂരൽമല പക്ഷേ സുരക്ഷിതമായ, പല ഭാഗങ്ങളും സുരക്ഷിതമായ പ്രദേശമാണെന്നാണ് അവർ പറയുന്നത്. ഉരുൾപൊട്ടലിന് കാരണമായത് അതിതീവ്രമായ മഴ തന്നെയാണെന്ന വിലയിരുത്തലാണ്. കാരണം 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്താൽ തന്നെ വയനാട്ടിലെ പല പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതാണ് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. ഇവിടെ 570 മില്ലിമീറ്റർ മഴയാണ് 2 ദിവസം കൊണ്ട് പെയ്തത്. അതാണ് ഈ വിധത്തിലുള്ള വലിയ ഉരുൾപൊട്ടലിന് കാരണമായതെന്നാണ് വിദഗ്ധ സമിതി സംഘം കണ്ടെത്തിയിട്ടുള്ളത്. വനമേഖലയിലാണ് ഉരുൾപൊട്ടിയത്. അതുകൊണ്ട് വലിയ മരങ്ങൾ ഒക്കെ ഒഴുകി വന്നു, പാറക്കെട്ടുകൾ ഒഴുകി വന്നതാണ് ആഘാതം വർദ്ധിപ്പിച്ചതെന്ന് കൂടിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ചാലിയാറിലെ തിരച്ചിൽ ഏതായാലും വെള്ളിയാഴ്ചയോടുകൂടി അവസാനിപ്പിക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ചാലിയാർ പുഴയോരത്ത് നമ്മുടെ ഈ അപകടം സംഭവിച്ചതിൻ്റെ താഴ്ഭാഗത്തെ തിരച്ചിൽ എന്നുകൊണ്ട് അവസാനിപ്പിക്കും എന്ന് വേണം മനസ്സിലാകാൻ. ഒപ്പം തന്നെ DNA പരിശോധനാ ഫലങ്ങളുടെ ക്രോഡീകരണം അതും പുരോഗമിച്ചു വരികയാണ്. ഒരുപക്ഷെ ഇന്ന് അത് പ്രസിദ്ധപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ഉറപ്പല്ല, സാധ്യത മാത്രമാണ്. പ്രസിദ്ധപ്പെടുത്തുകയാണെങ്കിൽ ഐഡൻറ്റിറ്റി ഇല്ലാതെ ചില അടയാളങ്ങൾ മാത്രമായി പുത്തുമലയിലെ ശ്മശാനത്തിൽ അന്തിയുറങ്ങുന്ന ആളുകൾക്ക് അവർക്ക് ഒരു ഐഡൻറ്റിറ്റി, മേൽവിലാസം കൂടി ലഭ്യമാവുക കൂടിയാണ്. ഏതായാലും ഇന്ന് ദുരന്ത മേഖലയിൽ തിരച്ചിലുണ്ടാകും. ഒപ്പം തന്നെ ഈ പറഞ്ഞ ബാങ്കിൻ്റെ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള അദാലത്തുണ്ട്. അത് എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം. ശരിയാകും. തീർച്ചയായിട്ടും നമുക്കതാണ് പറയാനുള്ളത്. ബാങ്കുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ലഭ്യമാക്കാൻ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്ന് അദാലത്ത് നടക്കുന്നത്. എല്ലാവരും മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തുക, ഈ നഷ്ടപ്പെട്ട രേഖകൾ ശേഖരിക്കാനുള്ള നടപടികളിൽ പങ്കാളിയാവുക. എങ്കിൽ മാത്രമേ സർക്കാർ ധനസഹായം ഉൾപ്പെടെയുള്ളവ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ എന്നതുകൂടി മനസ്സിലാക്കുക.